ബേസിക്കലി മുട്ട് മാറ്റി വെക്കാൻ നമ്മളൊരു ഏജ് ലിമിറ്റ് ഇല്ല. നമ്മൾ പേഷ്യൻസിന്റെ സിംപ്റ്റംസ് അഥവാ ലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. ഈ ഒരു യങ് പേഷ്യന്റ് മുട്ടിന് നല്ല തേയ്മാനമുണ്ട്, മുട്ടിന് നല്ല വളവുണ്ട്, എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നല്ല തേയ്മാനം കാണുന്നുണ്ട്, അവരുടെ ആക്ടിവിറ്റീസിനെയൊക്കെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കേസുകൾ നമ്മളിപ്പോൾ യങ് പേഷ്യൻസ് ആണെങ്കിലും അവർക്കും മുട്ട് മാറ്റി വെക്കാൻ സജസ്റ്റ് ചെയ്യും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ യൂഷ്വലി നമ്മളൊരു 50 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് മാറ്റി വെക്കാൻ പറയാറുള്ളത്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇപ്പോൾ 50 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലാന്റിന്റെ സ്പാൻ അഥവാ ആയുസ് എന്ന് പറയുന്നത് ഒരു 15 to 20 ഇയേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിന് യൂഷ്വലി ആ ഒരു 15 വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഈ മുട്ട് റിവിഷൻ ചെയ്യേണ്ടി വരും. റിവിഷൻ TKR എന്ന് പറയും അതിന്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഏജ് ലിമിറ്റ് മാക്സിമം ദീർഘിപ്പിക്കാനാണ് നോക്കാറുള്ളത്. പക്ഷേ പേഷ്യൻസിന്റെ സിംറ്റംസും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളത് ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കേസുകളിലൊക്കെ വളരെ നേരത്തെ തന്നെ ഒരു 30-40 വയസ്സുകളിലൊക്കെ തന്നെ മുട്ടിന് നല്ല തേയ്മാനം വരികയും നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അവർക്ക് നടക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ നമ്മൾ നേരത്തെ തന്നെ മുട്ട് മാറ്റി വെക്കാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്.